മൂന്നാമത്തെ ഡിസ്കും നാലാമത്തെ ഡിസ്കും കണ്ടോ അല്ലെ? ഓരോ കേസിൽ ആ ആക്സിസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓ ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താടാ മക്കളെ ഓ ഡാഷിന്റെ റോൾ അവിടെ എന്താ? ഇതാ ഞാൻ ഈ ഡിസ്കിനെ വെറുതെ ഇങ്ങനെ മാറ്റി വരച്ചാൽ ഇത് നമ്മളെ ഡിസ്ക് അല്ലേ? ഓ ഡാഷ് എന്ന ആക്സിസ് ഇങ്ങനല്ലേ, ശരിയല്ലേ? ഇത് ആക്ച്വലി ആ ആക്സിസ് ഓ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻജന്റ് അല്ലടാ മക്കളെ, ടാൻജന്റ് ഇൻ ഇറ്റ്സ് ഓൺ പ്ലെയിൻ അല്ലേ? ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള മെത്തേഡ് എന്താ നിങ്ങൾ പഠിച്ചത്? പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. ഇതാ ഈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്കറിയാം അല്ലേ? ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത് mr²/4 ആണ്. ഇതാ ഇനി ഇതിന് പാരലൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. അവിടെ A ഈക്വൽ എന്തെടുത്താൽ മതി? ക്യാപിറ്റൽ ആർ എടുത്താൽ പോരെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ I2 എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൽ അത് mr²/4 ആണ്. പ്ലസ് അല്ലേ m ഇൻറ്റു അല്ലേ ആ A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് r² ആണ് അല്ലേ? അപ്പൊ I2 എന്ന് പറയുന്നത് ഇത് നമ്മൾ സോൾവ് ചെയ്താൽ ഈ 4നെ കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 5mr²/4 എന്ന് കിട്ടി അല്ലേ? I2 മാത്രമല്ല I4 ഉണ്ടോ അല്ലേ? ആ നാലാമത്തെ ആളി നിങ്ങൾ നോക്കിയാൽ എടാ ടാൻജന്റ് ഇൻ ഇറ്റ്സ് ഓൺ പ്ലെയിൻ അല്ലേ? ഓ ഡാഷ് ദാ ഇവനോട് ചോദിച്ചാലും പറയുന്ന എന്താണ്? ടാൻജന്റ് ആണ് അല്ലേ? അപ്പൊ ദാ ആ I4 എത്രയാണ്? 5/4 mr² ആണ്, ശരിയല്ലേ? ആ I4 നമുക്ക് കിട്ടിയിരിക്കുന്നത് 5/4 mr² എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതിടാ? ഇത് നാലും ആഡ് ചെയ്താൽ പോരെ? അപ്പൊ നിങ്ങൾ നോക്ക്, ആഡ് ചെയ്യുന്ന സമയത്ത് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 അല്ലേ? അതിൽ I1 എത്രയാണ്? mr²/4 ആണ്. I2 എത്രയാണ്? 5/4 mr² ആണ്. I3 എത്രയാണ്? mr²/4 ആണ്. I4 എത്രയാണ്? 5/4 mr² ആണ്, ശരിയല്ലേ? അവിടെ നിങ്ങൾക്ക് കാണാം 2 mr²/4 ഉണ്ടാവും, 2 5/4 mr² ഉണ്ടാവും അല്ലടാ മക്കളെ? യെസ്, വേഗം ചെയ്തിട്ട് ആൻസർ പറഞ്ഞേക്ക് അല്ലേ? വേഗം ചെയ്തിട്ട് ആൻസർ പറഞ്ഞേക്ക്. എത്രയാണ് ആ ആൻസർ വരുന്നത്? എത്രയാണ് ആ എക്സിന്റെ വാല്യൂ വരുന്നത്? അപ്പൊ 2 mr²/4 പ്ലസ് അല്ലേ 2 mr²/4 ഉണ്ട്. 2 mr²/4 പ്ലസ് 2 5 mr²/4. ഈ 2 ഇവിടെ കട്ട് ചെയ്തപ്പം 2 വന്നു, ഇവിടെയും 2 വന്നു അല്ലേ? അപ്പൊ mr²/2 പ്ലസ് 5 mr²/2 അല്ലേ? ഇപ്പൊ നമുക്ക് എത്രയാ വന്നിരിക്കുന്നത്? സോ ദാറ്റ്സ് ഈക്വൽ ടു അല്ലേ എത്ര വരിക മക്കളെ? 6 mr²/2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3 mr². ശരിയല്ലേ? റൈറ്റ്. അപ്പൊ 3 mr² നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണോ? A എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ ആണ് അല്ലേ? അപ്പൊ സ്മോൾ a എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് r എന്ന് പറയുന്നത് എന്താണ്? A/2 അല്ലേടാ മക്കളെ അല്ലേ? അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ r-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? A/2 എന്ന് കൊടുക്കണം അല്ലേ? അപ്പൊ r-ന്റെ സ്ഥാനത്ത് നമ്മൾ A/2 എന്ന് കൊടുത്താൽ 3m × A²/4 ഇങ്ങനെ വരും. സോ വിച്ച് ഈസ് 3/4 ma² എന്ന് വരും. ഇതല്ലേ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരിക നമുക്ക് അല്ലേ? പക്ഷെ അവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് x/4 ma² എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നേ അല്ലേ? ക്വസ്റ്റ്യനിൽ അവര് x/4 ma² എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. നമുക്ക് കിട്ടിയിരിക്കുന്ന എത്രയാ? 3/4 ma² അല്ലേ? അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എത്രയാണ് നമുക്കുള്ളത്? 3 ആണുള്ളത് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ റൊട്ടേഷണൽ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ആ റൊട്ടേഷണൽ എനർജിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരാം. പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആ റൊട്ടേഷന് കൈനറ്റിക് എനർജി ½ I⍵² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? റൈറ്റ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഒരു ഡിസ്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 ഉള്ള ഒരു ഡിസ്ക് അല്ലേ? അത് റൊട്ടേറ്റ് ചെയ്യാണ് വിത്ത് ആംഗുലർ വെലോസിറ്റി ω1. ഈ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അല്ലേ ഒരു സിമിലർ ഡിസ്ക് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I2 ആൻഡ് ആംഗുലർ വെലോസിറ്റി ω2 അല്ലേ ഇസ് ബ്രോട്ട് ഇൻ കോണ്ടാക്ട് ദിസ് ദ ഫസ്റ്റ് വൺ അല്ലേ? ചോദിക്കാം ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം അല്ലേ? ഈ സിസ്റ്റത്തിന്റെ ലോസ് ഇൻ കൈനറ്റിക് എനർജി. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ
വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിലെ എനർജി ലോസ് അല്ലേ. നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എവിടെയാ? കപ്പാസിറ്ററിന്റെ കേസിൽ അല്ലേ, ചാർജ് ഷെയറിങ്ങിന്റെ കേസിൽ. ഈ 3 കേസിലും ഒരൊറ്റ ടൈപ്പ് ഇക്വേഷനാണ് വരിക അല്ലേ. നമ്മളെ വർക്ക് എനർജി പവറിലാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ആ എനർജി ലോസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് m1m2 by m1 plus m2 into v1 minus v2 the whole square അല്ലേ. ആ v1 v2 വെലോസിറ്റി ആണ് അല്ലേ. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് ഷെയറിംഗ് കപ്പാസിറ്റി കേസിലാണെങ്കിൽ ചാർജ് ഷെയറിംഗിന്റെ സമയത്തുള്ള എനർജി ലോസ് ഏതായിരുന്നു മക്കളെ ഇക്വേഷൻ? ഹാഫ് c1 c2 by c1 plus c2 into v1 minus v2 the whole square. അവിടെ v1 v2 എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പൊട്ടൻഷ്യലുകളാണ്, ശരിയല്ലേ. സിമിലർ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഈ റൊട്ടേഷൻ മോഷനിലും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 disks have moment of inertia I1 and I2 about their respective axes perpendicular to the plane passing through the center. They are rotating with angular speeds omega1 and omega2 respectively and are brought into contact face to face with their axis of rotation coaxial. The loss in kinetic energy of the system in this process is given by അല്ലേ. ഏതാ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫോമാറ്റ് തന്നെയാണ് ഇവിടെ ആൻസർ വരുന്നത്. ഏതാണ് മക്കളെ വരിക? യെസ്, ഏതാണ് ആൻസർ വരുന്നത്? എന്താണ് ആൻസർ വരിക? എനർജി ലോസ് വേഗം പറഞ്ഞേക്ക്. ഈ ലോസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻടു അല്ലേ I1 I2 divided by I1 plus I2 into omega1 minus omega2 the whole square. ശരിയല്ലേ? റൈറ്റ്. സോ ഹാഫ് I1 I2 by I1 plus I2 into omega1 minus omega2 the whole square. So which option? C. Yes, C ആണ്. യെസ്, കറക്റ്റ് ആണ് ശ്രേയ. യെസ്, ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത്. ഹാഫ് I1 I2 divided by I1 plus I2 into omega1 minus omega2 the whole square. ഓക്കെ, യെസ്, ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത്, അപ്പം നമ്മൾ റൊട്ടേഷനിലെ കോൺസെപ്റ്റുകൾ പറയുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ടോർക്ക് അല്ലേ. ടോർക്കിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരാം അല്ലേ. ടോർക്ക് കാണാനുള്ള ക്വസ്റ്റ്യൻ വരാം. അത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ടോർക്കിന് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ R cross F എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ ഫോഴ്സ് ഓഫ് മൈനസ് പി കെ ക്യാപ് acts on the origin of coordinate system. The torque about the point 2, -3 is P into AI plus BJ. The ratio of A by B is x by 2, then the value of x. Okay, അപ്പോൾ ഇവിടെ നോക്കണേ, ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എഫ് ഈക്വൽ ടു എന്താണ്? മൈനസ് പി കെ ക്യാപ്പ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് ഒറിജിൻ അല്ലേ. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒറിജിനിലാണ്. റൈറ്റ്. നമ്മൾ ചോദിക്കുകയാണ് ടോർക്ക് എബൌട്ട് പോയിന്റ്, വേറൊരു പോയിന്റ് ഇതാണ് നമ്മളെ റെഫറൻസ് പോയിന്റ്. ടോർക്ക് കാണണം. അത് നമ്മൾ ടോർക്കിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് ടോ വെക്റ്റർ ഇസിക്കൽ വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ് അല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആർ എന്ന് പറയുന്നത് ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ വെക്റ്ററാണ്. ഈ ആറ് ഈ പോയിന്റ് നമുക്ക് അതിന്റെ കോർഡിനേറ്റ് 2, -3 തന്നിട്ടുണ്ട് അല്ലേ. ഇത് 0, 0 ആണ് അല്ലേ. നിങ്ങൾ മാത്സ് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ ആർ വെക്ടർ ഈസിക്കൽ എന്താ വരിക? -2 I ക്യാപ്പ് പ്ലസ് 3 J ക്യാപ്പ് എന്നാണ് വരിക. ശരിയല്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആ ക്രോസ് പ്രൊഡക്റ്റ് എല്ലാം കൊടുത്തേക്കാം. ആ ആർ വെക്ടറിന്റെ സ്ഥാനത്ത് -2 I ക്യാപ്പ് പ്ലസ് 3 J ക്യാപ്പ്. ഓക്കെ, ക്രോസ് എഫ് എന്താണ്? -P K ക്യാപ്പ്. റൈറ്റ്. അപ്പം നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിലെ ഫസ്റ്റത്തെ പേഴ്സണെ പിടിച്ചിട്ട് ക്രോസ് ചെയ്യാം, പിന്നെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ആൾ വെച്ചിട്ട് ക്രോസ് ചെയ്യാം അല്ലേ. സോ -2 I ക്യാപ്പ് ക്രോസ് -P K ക്യാപ്പ് അല്ലേ, പ്ലസ് 3 J ക്യാപ്പ് ക്രോസ് -P K ക്യാപ്പ്. ഓക്കെ, അതിൽ ഇനി യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ ക്രോസ് ചെയ്താൽ മതി. ഈ മൈനസും പ്ലസ് ആയി 2 into P 2P അല്ലേ. അപ്പോൾ 2P into I ക്രോസ് K എന്ന് വരും നമുക്ക്, പ്ലസ് അല്ലേ. ഇനിതാ ഈ 3യും -Pയും 3P -3P ഇൻറ്റു J ക്രോസ് K എന്ന് വരും അല്ലേ. ഇനി നോക്കണം, I ക്രോസ് K എന്ന് പറയുന്നത് എന്താ? -J ആണ് അല്ലേ. അപ്പൊ 2P ഇൻറ്റു -J മൈനസ് 3P ഇൻറ്റു J ക്രോസ് K എന്താണ്? I ആണ്
റൈറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ആ പി നമുക്ക് ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ പി കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇതാ ടോർക്ക് ഈക്വൽ ടു പി ഇൻ ടു അല്ലേ, എന്താ കിട്ടുന്നത്, -3 I cap -2 J cap ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ടോർക്ക് നമുക്ക് കിട്ടി പി ഇൻറ്റു -3 I cap -2 J cap എന്നാണ് ടോർക്ക് കിട്ടിയിരിക്കുന്നത്, ശരിയല്ലേ. പക്ഷെ അവർ തന്നിരിക്കുന്നത് ആ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, പി ഇൻറ്റു I cap പ്ലസ് B J cap എന്നല്ല തന്നിരിക്കുന്നത് അല്ലേ. ആ എ എത്ര ആയിരിക്കണം മക്കളെ, കമ്പയർ ചെയ്താൽ A ഈക്വൽ -3 ആയിരിക്കും, B എത്ര ആയിരിക്കും, -2 ആയിരിക്കും അല്ലേ. അപ്പോൾ A/B എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലേ. A/B എത്രയാ അപ്പോൾ വരിക, A ഈക്വൽ -3 B ഈക്വൽ -2 ആണെങ്കിൽ ആ A/B എന്ന് പറയുന്നത് എത്രയാണ്, -3 ഡിവൈഡ് ബൈ -2, ആ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു അല്ലേ, 3/2 എന്നാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ദാ ടോർക്കിൻ്റെ ഒരു പ്രോബ്ലമായി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സിലിണ്ടർ, എ യൂണിഫോം സോളിഡ് സിലിണ്ടർ വിത്ത് റേഡിയസ് R ആൻഡ് ലെങ്ത് L has moment of inertia I1 about the axis of that cylinder. A concentric solid cylinder of radius R dash, which is R/2, and length L dash equal L/2, is carved out of the original cylinder. If I2 is the moment of inertia of the carved out portion, then I1/8. ഓക്കെ. അപ്പോൾ നമ്മളെ കയ്യിൽ 6 റേഡിയസ് ഉള്ളൊരു സിലിണ്ടർ ഉണ്ട് അല്ലേ. ഈ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I1 ആണ്. ഞാൻ വെറുതെ പറയാണ്, ഇതിൻ്റെ മാസ് M1 ആണെന്ന് വിചാരിച്ചോ, സോളിഡ് സിലിണ്ടർ ആണ് അല്ലേ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും, M1 R² ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ. ഇതിൽ നിന്ന് R/2 റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു അല്ലേ. ലെങ്ത് എത്രയാ, L/2, ഇവൻ്റെ ലെങ്ത് L ആണ് അല്ലേ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെറിയൊരു സിലിണ്ടർ R/2 റേഡിയസും ലെങ്ത് L/2 ഉള്ളൊരു ഒരു സിലിണ്ടർ നമ്മൾ കട്ട് ചെയ്തെടുത്തു, ശരിയല്ലേ. ഇവൻ്റെ മാസ് മാറിയിട്ടുണ്ടാവും, സപ്പോസ് M2 അല്ലേ. ഇവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I2 അപ്പം എന്തായിരിക്കും, M2 ഇൻറ്റു അല്ലേ, ഇവൻ്റെ റേഡിയസ് എത്രയാണ്, R/2² ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ I2 ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്, M2 ഇൻറ്റു അല്ലേ R²/4 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ എത്രയാണ് I2 വരുന്നത്, I2 ഈക്വൽ ടു M2 ഇൻറ്റു R²/8 എന്ന് കിട്ടി. ആയിക്കോട്ടെ, ശരിയല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് I1/I2 അല്ലടാ മക്കളെ. അപ്പോൾ നമ്മൾ I1/I2 ഈക്വൽ അപ്പം എന്താ വരിക, M1 R²/2 ഡിവൈഡഡ് ബൈ M2 R²/8 എന്നോ അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ റെസിപ്രോക്കൽ 8/M2 R² കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ R² കട്ട് ചെയ്തു, ഈ 2 ഇവിടെ കട്ട് ചെയ്തിട്ട് 4 വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഈ I1/I2 എന്ന് പറയുന്നത് അല്ലേ, I1/I2 എന്ന് പറയുന്നത് 4 ഇൻറ്റു M1/M2 എന്നാണ് കിട്ടിയിരിക്കുന്നത്, ശരിയല്ലേ. ആ M1 M2 കണ്ടുപിടിക്കണം, റൈറ്റ്. അതിന് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് റേഡിയസ് തന്നിട്ടില്ലേ, ഇതാ ഇവൻ്റെ മാസ് M1 എന്ന് പറയുന്നത് ആ വോളിയം ഇൻറ്റു ലെങ്ത് അല്ലടാ, πr² L ഇൻറ്റു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ആ വോളിയം എന്ന് പറയുന്നത് πr² ഇൻറ്റു L അല്ലേ, ഇൻറ്റു ഡെൻസിറ്റി റോ. ഇവൻ്റെ മാസ് M2 എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇതാ. അപ്പോൾ ഫസ്റ്റ് താളെ മാസ് M1 എന്ന് പറയുന്നത് ഇവിടേക്ക് എഴുതാം πr² L ഇൻറ്റു റോ ആണ്. രണ്ടാമത്തെ ആളെ മാസ് M2 എന്ന് പറയുന്നത് പൈ ഇൻറ്റു R/2² ഇൻറ്റു L/2 ഇൻറ്റു റോ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ M1 ഡിവൈഡഡ് ബൈ M2 കണ്ടാൽ അല്ലേ നമുക്ക് എന്ത് കിട്ടും, ഇതാ M1 ഡിവൈഡ് ബൈ M2 സി πr² L റോ ഡിവൈഡഡ് ബൈ πr²/4 ഇൻറ്റു അല്ലേ L/2 ഇൻറ്റു റോ അല്ലേ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇതാ ഈ πr² L റോ πr² L റോ കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ M1/M2 ഈക്വൽ എത്ര കിട്ടും നിങ്ങൾക്ക്, 8 എന്ന് കിട്ടും അല്ലേ. ആ M1/M2 നമ്മൾ 8 എന്ന് ഇവിടെ കൊടുത്താൽ 4 ഇൻറ്റു 8 ദാറ്റ്സ് ഈക്വൽ ടു 32 എന്ന് ക്വസ്റ്റ്യൻ ആൻസർ വരും അല്ലേ. സോ I1/I2 എത്രയാണ്, 32 ആണ് നമുക്ക് കിട്ടുന്നത്, ശരിയല്ലേ, റൈറ്റ്. ഇനി ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്
നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് യൂസ് ചെയ്യുന്ന പ്രോബ്ലം വരാം. റൈറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്ലോക്ക് വൈസ് മൊമെന്റ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് അല്ലേ. ഓക്കെ, അങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. An object of mass 8 kilogram is hanging from one end of a uniform rod CD of mass 2 kilogram and length 1 meter, pivoted at its ends and C on a vertical wall as shown in figure. It is supported by a cable AB such that the system is in equilibrium. The tension in the string is. So നമ്മളെ കയ്യിൽ ഒരു റോഡ് ഉണ്ട് അല്ലേ. ഈ റോഡിൻ്റെ ഈ എൻഡ് നമ്മളിങ്ങനെ ഒരു വെർട്ടിക്കൽ വാൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ ഇട്ടാൽ വീണു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു റോപ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. ശരിയല്ലേ. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 60 അല്ലേ. അപ്പോൾ 60 സെൻറ്റിമീറ്ററിലാണ് ആ റോപ്പ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെൻഷൻ, ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എത്രയായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ആ റോഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയെന്ന് നോക്കിയാൽ ഫസ്റ്റ് അതിൻ്റെ വെയിറ്റ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. വെയിറ്റ് എവിടെയാണ് മക്കൾ ആക്ട് ചെയ്യുക? അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ അല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എക്സാക്ട്ലി സെൻറ്ററിലല്ലേ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവൻ്റെ റോഡിൻ്റെ ലെങ്ത് എത്രയാ? നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്ക്. റോഡിൻ്റെ ലെങ്ത് 100 അല്ലേ അല്ലേ. അപ്പോൾ റോഡിൻ്റെ ലെങ്ത് 100 ആണെങ്കിൽ ആ വെയിറ്റ് mg അത് ആക്ട് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? ഇവിടുന്ന് ഇവിടേക്ക് എത്ര ഡിസ്റ്റൻസിലായിരിക്കും mg ആക്ട് ചെയ്യുന്നത്? 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലല്ലേ ആ mg ആക്ട് ചെയ്യുക അല്ലേ. ആ m നിങ്ങൾക്ക് 2 തന്നിട്ടില്ലേ. g 10 ആണെങ്കിൽ mg എന്ന് പറയുന്നത് 20 അല്ലേ. അപ്പോൾ mg എന്ന് പറയുന്നൊരു ഫോഴ്സ് താഴേക്കുണ്ട് അല്ലേ. അത് ഇവിടുന്ന് അല്ലെ ഈ വാളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ എൻഡിൽ, ഈ എൻഡിൽ അല്ലേ ഒരു 8 കിലോഗ്രാം ബോഡി തൂക്കിയിട്ടില്ലേ അല്ലേ. അപ്പോൾ ഇവൻ്റെ വെയിറ്റും താഴേക്ക് ഉണ്ടാവില്ലേ. ഓൻ്റെ വെയിറ്റ് 8 × g എന്ന് പറയുന്നത് 80 അല്ലേ അല്ലേ. അത് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണുള്ളത്? യെസ്, 100 മീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ എൻഡാണ്. ഈ എൻഡിലാണ് നമ്മളെ റെഫറൻസ് അല്ലെങ്കിൽ ആക്സിസ് റൊട്ടേഷൻ ഉള്ളത്. ഈ രണ്ട് ഫോഴ്സസ് ഇങ്ങനെ താഴേക്കല്ല ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ രണ്ട് ഫോഴ്സസ് റോഡിനെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ക്ലോക്ക് വൈസ് ടോർക്കല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ റോഡ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആ ക്ലോക്ക് വൈസ് ടോർക്കിനെ ആരെങ്കിലും ബാലൻസ് ചെയ്യണ്ടേ. അങ്ങനെ വരാവുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൽ നിന്ന ഫോഴ്സ് ആയിരിക്കണ്ടേ ഇവരെ ബാലൻസ് ചെയ്യാനുള്ള ടോർക്ക് കൊടുക്കേണ്ടത് അല്ലേ. ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കാറില്ലേടാ മക്കളെ അല്ലേ. അപ്പോൾ സ്ട്രിങ്ങിലൂടെ ഇങ്ങനെ ടി എന്ന് പറയുന്നൊരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ആംഗിൾ അവർ കൃത്യമായിട്ട് നമുക്ക് 13 തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ടെൻഷനെ ഞാനൊന്ന് റിസോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ടെൻഷനെ റിസോൾവ് ചെയ്താൽ എനിക്ക് ഒരു കോമ്പണന്റ് ഇങ്ങനെ കിട്ടും, വെർട്ടിക്കൽ ഡയറക്ഷനിൽ കിട്ടും. അടുത്ത കോമ്പണന്റ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കിട്ടും അല്ലേ. ഇതെന്താണ്? ടി സൈൻ 30 ആണ് അല്ലേ. ആ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, t/2 ആണ്. പക്ഷെ ശ്രദ്ധിക്കണം, ആ ടി സൈൻ 30 എന്ന് പറയുന്ന ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? ഈ ഡിസ്റ്റൻസ് അത് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. ശരിയല്ലേ. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ, ആ t/2 എന്ന് പറയുന്ന അല്ലെ ആ ഫോഴ്സ് ആണ് ഈ രണ്ടാളുകളുടെയും ക്ലോക്ക് വൈസ് ടോർക്കിനെ ബാലൻസ് ചെയ്യാനുള്ള ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ t/2 ഉണ്ടാക്കുന്ന ടോർക്ക് ആരെ ബാലൻസ് ചെയ്യണം? ഈ mg, അതായത് 20 ന്യൂട്ടൺ ഉണ്ടാക്കുന്ന ഈ mg ഉണ്ടാക്കുന്ന 20 ന്യൂട്ടൺ ഉണ്ടാക്കുന്ന ടോർക്കിനെയും അല്ലെ ഈ 80 ന്യൂട്ടൺ ഉണ്ടാക്കുന്ന ടോർക്കിനെയും ബാലൻസ് ചെയ്യണം. ശരിയല്ലേ. ആ t/2 ഉണ്ടാക്കുന്ന ടോർക്ക് ഏതാണ്? അപ്പം യെസ്, ആന്റി ക്ലോക്ക് വൈസ് ടോർക്കാണ് അല്ലെ. ഈ 20യും ഈ 80 ഉണ്ടാക്കുന്ന ടോർക്ക് ക്ലോക്ക് വൈസ് ടോർക്കാണ് അല്ലെ. ടോർക്കാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണെന്ന് മക്കളെ? ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, t/2 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെയല്ലടാ മക്കളെ ആക്ട് ചെയ്യുന്നത് അല്ലെ. ആക്സിസ് നിന്ന് ഇവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ, എത്രയാണ്? 60 സെൻറ്റിമീറ്റർ അല്ലെ. അപ്പോൾ നമ്മളെ ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് അല്ലെ, ടോ ആന്റി ക്ലോക്ക് വൈസ് ഈക്വൽ ടു ടോ ക്ലോക്ക് വൈസ്, ഇതാണ് നമ്മളെ കണ്ടീഷൻ അല്ലെ. അപ്പൊ നമ്മളെ ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുന്നത് t/2 × 60 ആണ്, ഈക്വൽ ടു അല്ലെ. ക്ലോക്ക് വൈസ് ടോർക്കുകൾ അല്ലെ രണ്ടാളുകളുണ്ട് അല്ലെ. ഈ 20 ഉണ്ടാക്കുന്നതുണ്ട്, ഈ 80 ഉണ്ടാക്കുന്നത് അല്ലെ. ഈ 20ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? ആ ഫിഗറിൽ മാർക്ക് ചെയ്ത് 50 ആണ് അല്ലെ. അപ്പൊ 20 ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് 20 × 50 പ്ലസ്
ഈ 80 ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് 80 × 100. ശരിയാണോ അല്ലേ? അപ്പം നമ്മൾ നോക്കിയാൽ ഇവിടുന്ന് നമുക്ക് ആ 2ഉം 60യും കട്ട് ചെയ്തൂടെ അല്ലേ? അപ്പം നമുക്ക് എത്ര കിട്ടി? 30T = ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 8000 അല്ലേ? അപ്പൊ 30T = എത്രയാടാ? 9000 അല്ലടാ മക്കളെ അല്ലേ? അപ്പൊ 30T = 9000 ആണ് അല്ലേ? അപ്പൊ നമ്മളെ ടി എത്രയായിരിക്കും? 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഞാൻ പറയാം അല്ലേ? അപ്പൊ T = 9000 അല്ലേ? 9000 ഡിവൈഡ് ബൈ 30 എന്ന് വരും. ഈ 0 കട്ട് ചെയ്ത് പോയി 900/3 എന്നാണ് വരിക. ആ 900/3 എത്രയാണ്? 300 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എസ്. അസാം എസ് കറക്റ്റ് ആണോ മോനെ? യെസ്. എത്രയാണ്? 300 ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ റൊട്ടേഷൻ മോഷനിൽ ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടോർക്ക് ആംഗുലാർ മൊമെന്റ് ക്വസ്റ്റ്യൻ വരാം അല്ലെ? മൊമെന്റ് ഓഫ് ഇനേഷ്യ, സെന്റർ ഓഫ് മാസ് അല്ലെ? അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നതാ മക്കളെ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. തെർമോഡൈനാമിക്സ് അല്ലെ? തെർമോഡൈനാമിക്സിൽ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്യാസ് ക്യാൻ ബി ടേക്കൺ ഫ്രം A to B where 2 different forces ACB and ADB. അവർ ഗ്യാസ് എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാണ്. ആ എ എന്ന് ബിയിലേക്ക് പോകുന്നത് 2 പാത്തിലൂടെയാണ് അല്ലേ? ഒരു പാത്ത് ഇതാണ് എ എന്ന് സിയിലേക്ക്, സി എന്ന് ബിയിലേക്ക്. ഇതാണ് നമ്മളെ പാത്ത് 1. ഓക്കെ, ഇനി എ എന്ന് ബിയിലേക്ക് പോകുന്ന വേറൊരു പാത്ത് കൂടി അവർ പറയുന്നുണ്ട്. എ എന്ന് ഡിയിലേക്ക് പോയിട്ട് ഡി എന്ന് ബിയിലേക്ക്. ഇതാണ് നമ്മളെ സെക്കൻഡ് പാത്ത് അല്ലെ? എനിവേ ഫൈനലി അവർ എ എന്ന് വിട്ടാൽ എവിടെ എത്തുന്നുണ്ട്? ബിയിൽ എത്തുന്നുണ്ട് അലോങ് 2 പാത്ത്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ പാത്ത് ACB is used, 60 joule of heat flows into the system and 30 joule of work is done by the system. ACB എന്ന് പറയുന്ന പാത്തിലൂടെ പോകുന്ന സമയത്ത് അല്ലെ 60 joule of heat is flowing into the system എന്നാൽ 60 joule of heat is absorbed അല്ലെ? and 30 joule of work is done by the system. ആ സിസ്റ്റം 30 joule of work ചെയ്യും. ശരിയല്ലേ? ഇനി ADBയിലൂടെയാണ് പോകുന്നതെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം 10 joule ആണ്. ദ ഹീറ്റ് ഫ്ലോ ഇൻ ടു ദ സിസ്റ്റം അല്ലെ? അപ്പൊ ADBയിലൂടെ പോകുന്ന സമയത്ത് വർക്ക് ഡൺ 10 joule ആണെങ്കിൽ എത്ര ഹീറ്റ് ആണത് അബ്സോർബ് ചെയ്യാന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലെ? അതിന്റെ ലോജിക് എന്താണെന്ന് മക്കളെ? ഇത് എ എന്ന് ബിയിലേക്കല്ലേ ഫൈനലി എത്തുന്നത് അല്ലെ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സെയിം ആയിരിക്കും. ഫസ്റ്റ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു അല്ലെ ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആയിരിക്കും അല്ലെ? ഇവിടെ നമുക്ക് ആ ഡെൽറ്റ യു ഈക്വൽ എന്ത് എഴുതാം? ഡെൽറ്റ ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് എഴുതാം അല്ലെ? ഇവിടെ നിങ്ങൾ നോക്കണം, ആ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ? അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ 2 പാത്തിലൂടെ പോയാലും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? സോ ACB എന്ന് പറയുന്ന പാത്തിലുള്ള ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഞാൻ ഡെൽറ്റ U1 എന്നെടുക്കുകയാണ്. ADB എന്ന് പറയുന്ന പാത്തിലുള്ളത് ഡെൽറ്റ U2 എന്ന് ഞാൻ എടുത്താൽ അല്ലെ ഡെൽറ്റ U1 ഈക്വൽ ഡെൽറ്റ U2 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് പാത്തിലെ ഡെൽറ്റ Q1 മൈനസ് W1 ഈക്വൽ ടു ഡെൽറ്റ U2 എന്ത് ചെയ്താം? ഡെൽറ്റ Q2 മൈനസ് W2 അല്ലെ? ഇവിടെ നിങ്ങൾ നോക്കാം, ഹീറ്റ് അബ്സോർബ് പോസിറ്റീവ് ആയിട്ടും ഹീറ്റ് ഗിവൺ നെഗറ്റീവ് ആയിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, ആ ഡെൽറ്റ Q1 എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 60 ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 60 joule of heat is absorbed അല്ലെ? ആൻഡ് 30 joule of work is done by the system. അപ്പൊ W1 30 ആണ് അല്ലെ? ഈക്വൽ ടു ഡെൽറ്റ Q2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ആ ഡെൽറ്റ Q2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ? W2 എത്രയാണ്? 10 ആണ് അല്ലെ? സോ നോക്ക്, 60 മൈനസ് 30 ആണ് 30 ഈക്വൽ ടു ഡെൽറ്റ Q2 മൈനസ് 10 അല്ലെ? അപ്പൊ ഡെൽറ്റ Q2 എത്രയായിരിക്കും? എത്രയാണ് മക്കളെ ആൻസർ വന്നിരിക്കുന്നത്?
യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ് 40 ജൂൾ എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബേസിൽ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ കിടക്കുന്ന എ മോൾ atomic gas performs a work of Q by 4 where Q is a heat absorbed by it or supplied to it. The molar heat capacity of the gas will be where dash R എന്നാണ് പറഞ്ഞിരിക്കുന്നത് during this transformation, where R is universal gas constant. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. അതിന് നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് കൊടുത്തു അല്ലേ. ആ ഗ്യാസ് എത്ര വർക്ക് ചെയ്തു? Q/4 വർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് കൊടുത്തു, Q/4 വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടുന്ന് ഡെൽറ്റ യു ഈക്വൽ എന്ത് കിട്ടി? ഡെൽറ്റ ക്യൂ മൈനസ് ഡബ്ല്യു നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അതാ ഈ ക്യൂ ജൂൾ ഓഫ് ഹീറ്റ് കൊടുത്തു, Q/4 ജൂൾ വർക്ക് ചെയ്തു. അപ്പോൾ ഇന്റേണൽ എനർജി ഇൻക്രീസ് ഇൻ ഇന്റേണൽ എത്രയാണ്? 3Q/4 ആണ് അല്ലേ. ഇനി ആ ഡെൽറ്റ യു നമുക്ക് കാണാൻ അറിയാം, മോണോ അറ്റോമിക് ഗ്യാസ് അല്ലേ. മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അല്ലേ, ആ ഡെൽറ്റ യു എന്താണ് മക്കളെ? ഡെൽറ്റ യു എന്ന് പറയുന്നത് NCV ഡെൽറ്റ ടി അല്ലേ. ആ CV എന്ന് പറയുന്നത് എത്രയാ? മോണോ അറ്റോമിക് ആണെങ്കിൽ 3/2 R അല്ലേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് N ഇൻറ്റു അല്ലെ CV-ന്റെ സ്ഥാനത്ത് 3/2 R ആണ് മോണോ അറ്റോമിക് ആണെങ്കിൽ, ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു 3/4 ഇൻറ്റു അല്ലെ. നമ്മൾ ഹീറ്റ് സപ്ലൈഡ് ഇങ്ക് ക്യൂ എന്നറിയാം അല്ലെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹീറ്റ് കപ്പാസിറ്റി അല്ലടാ. എന്തായിരുന്നു ഹീറ്റ് കപ്പാസിറ്റിയും ആ ഹീറ്റും നമ്മളുടെ ഇക്വേഷൻ? ഹീറ്റ് സപ്ലൈഡ് അല്ലെ, Q is equal to NC ഡെൽറ്റ ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. Q ഈക്വൽ NC ഡെൽറ്റ ടി. അത് കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ QP ഈക്വൽ NCP ഡെൽറ്റ ടി എന്നും, കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ NCV ഡെൽറ്റ ടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എനിവേ ആ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് NC ഡെൽറ്റ ടി ആണ് അല്ലെ. എന്തോ കട്ട് ചെയ്ത് പോയടാ? N കട്ട് ചെയ്ത് പോയടാ മക്കളെ. ഈ ഡെൽറ്റ ടി കട്ട് ചെയ്ത് പോയി, 3 കട്ട് ചെയ്ത് പോയി അല്ലെ. ഫൈനലി നമുക്ക് കിട്ടിയ എന്താണ്? R/2 ഈക്വൽ ടു C/4 അല്ലെ. അവിടുന്ന് ആ C ഈക്വൽ എന്ത് കിട്ടി? 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4R/2 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 2R അല്ലെ. അപ്പൊ നമുക്ക് ആ C ഈക്വൽ 2R എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ 2 ആണ് വരുന്നത്, ബിക്കോസ് C ഈസ് ഈക്വൽ ടു 2R. ക്ലിയർ ആയോ? ശരിയാണോ മക്കളെ? റൈറ്റ്. അപ്പൊ ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. യെസ് 2 ആണ് മക്കളെ. ആസം യെസ് 2 ആണ്. ശ്രേയ യെസ് 2 ആണ് ആൻസർ വരുന്നത് അല്ലെ. C ഈക്വൽ 2R എന്നാണ് വരുന്നത്. ശരിയല്ലേ? റൈറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് ലോ യൂസ് ചെയ്തിട്ട് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. CP/CV റിലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനെ, ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് എ റിയൽ ഗ്യാസ് ഒബെയിങ് PV² ഈക്വൽ ടു RT ഇക്വേഷൻ. ഒരു റിയൽ ഗ്യാസ് ഉണ്ട്, ഇറ്റ്സ് നോട്ട് ഐഡിയൽ ഗ്യാസ് അല്ലേ. ഒരു റിയൽ ഗ്യാസ് ഉണ്ട്, ആ റിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ പറയുന്നത് PV² ഈക്വൽ ടു RT. അങ്ങനെയാണെങ്കിൽ CP-ന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ CP-ന്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ QP എന്ന് പറഞ്ഞാൽ NCP ഡെൽറ്റ ടി ആണ് അല്ലെ. അപ്പൊ CP-ന്റെ ഇക്വേഷൻ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെൽറ്റ QP കണ്ടുപിടിക്കണം. അതാണ് സംഭവം അല്ലെ. അതിന് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P ഡെൽറ്റ V എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ അല്ലെ. അവിടെ നിങ്ങൾ നോക്കണം, ആ ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ, അതെന്താ വരിക? NCP ഡെൽറ്റ ടി അല്ലേ. ശരിയല്ലേ? ഡെൽറ്റ യു എന്താ വരിക? NCV ഡെൽറ്റ ടി പ്ലസ് P ഡെൽറ്റ V. ശരിയല്ലേ? റൈറ്റ്. നമ്മൾ 1 മോളാണ് എടുത്തിരിക്കുന്നത്. CP/V² ഈക്വൽ ടു RT എന്നല്ലേ, 1 മോളാണ് അല്ലെ. 1 മോളാണെങ്കിൽ ആ N ഒക്കെ 1 ആയി പോയില്ലേ. അപ്പൊ നമുക്കിതാ CP ഡെൽറ്റ ടി ഈക്വൽ ടു CV ഡെൽറ്റ ടി പ്ലസ് P ഡെൽറ്റ V. ശരിയാണോ അല്ലെ? അപ്പൊ എന്റെ ഓപ്ഷനിലൊക്കെ CV ഉണ്ട് അല്ലെ. അപ്പൊ CV-നെ ഞാൻ എഴുതേണ്ട CP-ന്റെ ടെൻസിലാണ്. എനിക്കൊരു ഇക്വേഷൻ കിട്ടി, CP ഡെൽറ്റ ടി ഈക്വൽ CV ഡെൽറ്റ ടി പ്ലസ് P ഡെൽറ്റ V. അവിടെ എന്ത് ചെയ്താൽ മതി? ആ P ഡെൽറ്റ വിനെ മാറ്റിയാൽ പോരെ നമ്മള് അല്ലെ. അതിനാണ് ആ ഇക്വേഷൻ തന്നിരിക്കുന്നത് അല്ലെ. ഇത് കണ്ടോ നിങ്ങൾ?
പി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നത് അല്ലേ. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ അല്ലേ. അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പി ഇൻറ്റു 2v ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ആർ എന്നല്ലേ കിട്ടുക അല്ലേ. അവിടുന്ന് നമുക്ക് വേണ്ട എന്താ പി ഡെൽറ്റ വി അല്ലേ. ഇതിനെ എനിക്ക് ഇങ്ങനെ ചെയ്താലോ. സോ 2v ഇൻറ്റു പി ഡി വി ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ടി. ശരിയാണോ അല്ലേ. ആ ഡിക്ക് വരെ ഡെൽറ്റ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇവിടുന്ന് പി ഡി വി സീക്വൽ എന്ത് വന്നു, ആർ ഡി ടി ഡിവൈഡഡ് ബൈ 2v എന്ന് വന്നു അല്ലേ. ഓർ ഇറ്റ് ഈസ് ആർ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ 2v. ഓക്കെ. സോ നമ്മളിവിടെ കൊടുത്താൽ ഇതാ ഈ പി ഡെൽറ്റ വിൻ്റെ ഇക്വേഷൻ കൊടുത്താൽ സി പി ഡെൽറ്റ ടി സീക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ 2v അല്ലേ. ആ ഡെൽറ്റ ടി കട്ട് ചെയ്താൽ അല്ലേ. ആ ഡെൽറ്റ ടി കട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ എന്താ വരിക, സി പി ഈക്വൽ ടു അല്ലേ സി വി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 2v കണ്ടോ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പൊ സി പി സി വി വരുന്ന ക്വസ്റ്റ്യൻസ് കയറി വരാം, ശ്രദ്ധിച്ചേക്കണം. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സിലേക്കാണ് അല്ലേ. അങ്ങനെ തെർമോഡൈനാമിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാണാനും ഫൈനൽ പ്രഷർ കാണാനും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ. അതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എ മോണോ അറ്റോമിക് ഗ്യാസ് അറ്റ് പ്രഷർ ആൻഡ് P and volume V is suddenly compressed to 1/8 of its original volume. The final pressure at constant entropy will be. രണ്ട് കാര്യങ്ങൾ. ഒന്ന് കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ട് അല്ലേ. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ ഓർപ്പിച്ചത് അഡയാബാറ്റിക് പ്രോസസ്സാണ് അല്ലേ. പിന്നെ സഡൻ പ്രോസസ്സ് അല്ലെ ഒക്കെ അഡയാബാറ്റിക് ആണ്. അപ്പൊ അഡയാബാറ്റിക് പ്രോസസ്സാണ്. ഈ അഡയാബാറ്റിക് പ്രോസസ്സിൽ മക്കളെ എന്താ സംഭവിക്കുന്നത്, പ്രഷർ അല്ലേ പി ആയിരുന്നു, വോളിയം വി ആയിരുന്നു അല്ലേ. എന്നിട്ട് അതിന്റെ വോളിയം പെട്ടെന്ന് കംപ്രസ് ചെയ്തിട്ട് ഇനീഷ്യൽ വോളിയത്തിന്റെ 1/8 ആയാൽ പ്രഷർ എത്രയാവുന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ പ്രഷർ കാണണം, വോളിയം എത്ര ആയാല് 1/4 ആയാല് 1/8 ആയാല് ശരിയല്ലേ. അപ്പൊ പ്രഷർ വോളിയം റിലേഷൻ യൂസ് ചെയ്യണം ഏതില്, അഡയാബാറ്റിക് പ്രോസസ്സിൽ അല്ലെ. അങ്ങനെ അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നല്ലടാ മക്കള് നമ്മൾ പഠിച്ചത് അല്ലെ. ഓർ പി ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു വി റേസ് ടു ഗാമ എന്ന് നമുക്ക് എഴുതി കൂടെ അല്ലെ. നിങ്ങൾക്ക് P2 അല്ലേ കാണേണ്ടത്, P1 P അല്ലേ. ഇനീഷ്യലി ഉള്ള പ്രഷർ P1 നിങ്ങൾക്കറിയാം, അത് P ആണ്. ഫൈനൽ പ്രഷർ P2 ആണ് കാണേണ്ടത്. അപ്പൊ P2 കാണണം, P1 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ P2 ഡിവൈഡ് ബൈ P1 ഈക്വൽ ടു അല്ലെ എന്ത് വന്നു, V1 ഡിവൈഡഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ എന്ന് വന്നു. ശരിയാണോ ശരിയാണോ അല്ലെ. ഇനി ആ ഗാമ കാണാൻ ഒരു ഹിന്റ് എന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലെ. ആരാണ്, മോണോ അറ്റോമിക് ആണ് അല്ലെ. മോണോ അറ്റോമിക് ആണ് നിങ്ങൾ ഉറപ്പിച്ചടാ സി വി എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഗാമ കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ, 1+F/2 ആ ശരിയല്ലേ. സോറി ഗാമ ഈക്വൽ 1+2/F അല്ലെ. സോ ഗാമ ഈക്വൽ 1+2/F അല്ലേ. മോണോ അറ്റോമിക് അല്ലേ. മോണോ അറ്റോമിക് ആണെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം, 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ഗാമ ഈസ് ഈക്വൽ ടു 1+2/3 എന്ന് വരും അല്ലെ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് 5/3 എന്ന് കിട്ടും ഗാമ അല്ലെ. അല്ലെ സി വി സി പി കണ്ട് റേഷ്യോ എടുത്താൽ മതി. സി വി എന്ന് പറഞ്ഞാൽ 3/2 വരും, സി പി എന്ന് പറഞ്ഞാൽ 5/2 വരും. റേഷ്യോ എടുത്താൽ 5/3 എന്ന് വരും ഗാമ അല്ലെ. അപ്പൊ ഗാമ നമുക്കറിയാം അല്ലെ 5/3 ആണ് അല്ലെ. ഇനി നിങ്ങൾ നോക്ക്, നമ്മളോട് എന്താ പറയുന്നത്, വോളിയം സഡൻലി കംപ്രസ്ഡ് 1/8 അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഗാമ കണ്ടുവെച്ചേ V2 എന്ന് പറയുന്നത് V1/8 എന്ന് പറഞ്ഞിട്ടില്ലേ അവര് അല്ലെ. അപ്പൊ V2 എന്ന് പറയുന്നത് V1/8 ആണെങ്കിൽ ആ V1/V2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാടാ, 8 അല്ലടാ അല്ലെ. അപ്പൊ ഞാനിതാ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണേ. എനിക്കറിയാവുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ കൊടുത്താൽ P2 ഡിവൈഡഡ് ബൈ എൻ്റെ P1 എന്ന് പറയുന്നത് P ആണ് ഈക്വൽ ടു V1/V2 8 ആണ് റേസ് ടു 5/3 അല്ലെ. ഓർ P2/P3 എന്ന് പറയുന്നത് 8 റേസ് ടു 1/3 ഹോൾ റേസ് ടു 5 അല്ലേ അല്ലെ. ആ 8 റേസ് ടു 1/3 എത്രയാണോ മക്കളെ, യെസ് കറക്റ്റ് ആണോ മക്കളെ. 8 റേസ് ടു 1/3 2 ആണ്
അല്ലെ 2⁵ 32. അപ്പൊ P2/P = 32 ആണെങ്കിൽ ആ P2 എത്രയായിരിക്കും? 32P അല്ലേ? ശരിയല്ലേ? യെസ്. ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് മക്കളെ, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ സൈക്ലിക് പ്രോസസ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ സൈക്ലിക് പ്രോസസ്സിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം തന്നിട്ട് വർക്ക് ഡൺ കാണാൻ നമ്മളോട് ചോദിക്കാം അല്ലേ? അപ്പൊ സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ യെസ്, വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി നമ്മൾ പഠിച്ചത് അല്ലേ? എന്താ ചെയ്താൽ മതി വർക്ക് ഡൺ കാണാൻ? ആ ലൂപ്പിന്റെ അല്ലെ എന്ത് കണ്ടാൽ മതി? ഏരിയ കണ്ടാൽ മതി അല്ലെ? ഇതാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം an original state D to an intermediate state E by the linear process shown in figure. Its volume is then reduced to the original volume from E to F by isobaric process. The total work done by the gas from D to E is D to E to F is D in E like E in F like അല്ലെ? എഫ് എന്ന് ഡിയിലേക്ക് വർക്ക് ചെയ്യൂല, കാരണം അതെന്ത് പ്രോസസ്സാണ്? ഐസോകോറിക് പ്രോസസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എഫ് എന്ന് ഡിയിലേക്ക് അത് ഐസോകോറിക് പ്രോസസ് ആണ്, വർക്ക് ഡൺ 0 ആയിരിക്കും അല്ലെ? അപ്പോൾ അവിടെയുള്ള ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് DEF അല്ലെ? ആ ഡിന്ന് ഇയിലേക്ക് ഈ നെഫിലേക്കുള്ള വർക്കാണ് ഈ ടോട്ടൽ വർക്ക് വരിക. ശരിയല്ലേടാ മക്കളെ? ആ ടോട്ടൽ വർക്കാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ലൂപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ? അതൊരു ട്രയാങ്കിൾ അല്ലേ? അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഹാഫ് BH അല്ലേടാ മക്കളെ? ഈ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാ വരിക? ബേസ് ഇതാ 2 to 5, ഇത് 3 എന്ന് വരൂലേ? അതിന്റെ ആൾട്ടിറ്റ്യൂഡ് 300 to 600, 300 എന്ന് വരൂലേ അല്ലെ? അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ W = എത്രയാടാ മക്കളെ വരിക? ഹാഫ് BH, ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് 3 ആണ്, H എന്ന് പറയുന്നത് 300 ആണ്. ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 2 C 450 അല്ലേ? അത് പോസിറ്റീവാ അല്ലേ? കാരണം നിങ്ങൾക്കറിയാം അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ അല്ലേ? സോ ആൻസർ +450. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേമാതിരി ഒരു തെർമോഡൈനാമിക് പ്രോസസ് എടുത്തിട്ട് ഇതാ, എ ഡയറ്റോമിക് ഗ്യാസ് ഗാമ is given 1.4 does 100 joule of work in an isobaric expansion. So പ്രോസസ് ഐസോബാറിക് പ്രോസസ് ആണ്. ഈ ഐസോബാറിക് പ്രോസസ്സിൽ എത്ര വർക്ക് ചെയ്തു? യെസ് 100 joule of വർക്ക് ചെയ്തു. The heat given to the gas. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിൽ ഈ ഗ്യാസ് 100 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്കറിയാം ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിലടാ മക്കളെ വർക്ക് ഡൺ ഈക്വൽ ടു ഐസോ തെർമൽ ആണെങ്കിൽ 0 ആണ്, ഐസോബാറിക് ആണെങ്കിൽ അത് P∆V ആണ് അല്ലെ? ഐസോകോറിക്കില് ഐസോതെർമൽ മക്കളെ സോറി, ഐസോതെർമലില് വർക്ക് ഡൺ nRT log V2/V1 എന്നാണ് നമ്മൾ പഠിച്ചത്. ഐസോകോറിക്കിൽ അത് 0 ആണ്, ഐസോബാറിക് ആണെങ്കിൽ അത് P∆V ആണ്. ശരിയല്ലേ? ഈ P∆V നമുക്ക് nR∆T എന്നും എഴുതാം, പ്രശ്നമൊന്നുമില്ല അല്ലേ? അപ്പൊ ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് P∆V = nR∆T. നമ്മളോട് ചോദ്യം എന്താണ്? ഹീറ്റ് ഗിവൺ ടു ദ ഗ്യാസ് അല്ലെ? കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ. ഹീറ്റ് ഗിവൺ ആണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ NC∆T അല്ലേ? അത് കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ആ സീന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ CP എന്ന് എഴുതി കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ΔQ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, Q അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, NCP∆T എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? ആ CP നിങ്ങൾക്കറിയോ? CV എന്ന് പറയുന്നത് F/2R ആണ്, CP എന്താ 1 + F/2R അല്ലേ? അപ്പൊ ആ CPന്റെ സ്ഥാനത്ത് ഞാൻ 1 + F/2R എന്ന് കൊടുത്താൽ ഇൻറ്റു ΔT അല്ലേ? ഇനി ഓരോന്നും കൊടുത്തേക്ക് റൈറ്റ്. ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് 1 + F/2 ഇൻറ്റു nR∆T എന്ന് എഴുതട്ടെ റൈറ്റ്. ഇതാണ് ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ = അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ആള് ഈ ഗ്യാസ് ഡയറ്റോമിക് അല്ലേ? ഡയറ്റോമിക് ആണെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് മക്കളെ? ഡയറ്റോമിക് ആണെങ്കിൽ 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം F5 ആണ്. സോ 1 + 5/2 ഇൻറ്റു nR∆T.
ആ NR ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ NR ഡെൽറ്റ ടി എന്ന് പറയുന്നത് സംതിങ് ബട്ട് വർക്ക് അല്ലേ? ആ വർക്ക് ഡൺ നിങ്ങൾക്ക് 100 ജൂളും തന്നിട്ടില്ലേ അല്ലേ? അപ്പൊ NR ഡെൽറ്റ ടി ആ വർക്ക് ഡൺ ആണ്, അത് 100 ജൂളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ NR ഡെൽറ്റ ടി 100 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ 7/2 into 100 അല്ലേ? വിച്ച് ഈസ് 700 divided by 2. എത്രയാണ് ആൻസർ വരുന്നത്? യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ്. യെസ്, 350 ജൂൾ എന്നാണ് വരുന്നത്. 350 ജൂൾ. ക്ലിയർ ആണോ? റൈറ്റ്. അതിനാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ. അപ്പൊ നമുക്ക് ഈ CVCP എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണേ നിങ്ങൾ കേട്ടോ. A total 48 joule of heat is given to 1 mole of helium kept in a cylinder. The temperature of helium increases by 2 degrees Celsius. The work done. Okay. അപ്പോൾ വർക്ക് എത്രയെന്നാണ്? എത്ര ഹീറ്റ് കൊടുത്തു? 48 ജൂൾ ഹീറ്റ് കൊടുത്തു. അപ്പോൾ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇന്റേണൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഹീറ്റ് തന്നിട്ടുണ്ട്, ഡെൽറ്റ ടി തന്നതുകൊണ്ട് ഡെൽറ്റ യു നമുക്ക് കാണാൻ പറ്റും, വർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലേ? ആ ഡെൽറ്റ ക്യൂ 48 തന്നിട്ടുണ്ട്. ആ ഡെൽറ്റ യു എന്താണ് മക്കളെ? ഡെൽറ്റ യു എവിടെ കണ്ടാലും എഴുതിക്കൊള്ളുക NCV ഡെൽറ്റ ടി അല്ലേ? അപ്പോൾ നമ്മൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? NCV ഡെൽറ്റ ടി ആണ് പ്ലസ് ഡബ്ല്യു അല്ലേ? ഇനി 1 by 1 ആയിട്ട് ഓരോന്ന് കൊടുക്കേ. ആ ഡെൽറ്റ ക്യൂ അവർ ക്വസ്റ്റ്യൻ തന്നിട്ട് 48 ആണ്. ഈക്വൽ ടു എത്ര മോള്? 1 മോള്. N1 തന്നിട്ടുണ്ട്. CV അല്ലേ? CV കാണാനുള്ള ഇക്വേഷൻ എന്താ? F/2 ആറാ. CV എന്ന് പറയുന്നത് എന്താണ്? F/2 ആറാ. ഇതാരാ? മോണോ അറ്റോമിക് അല്ലേ? ഹീലി അല്ലേ? മോണോ അറ്റോമിക് ആണ്. എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? അപ്പൊ F എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് 3/2 ആറ് 3R/2 എന്ന് വരും അല്ലേ? ഇൻ ടു ടെമ്പറേച്ചർ ഇൻക്രീസസ് ബൈ 2. അപ്പം ആ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 2 ആണ് പ്ലസ് ഡബ്ല്യു അല്ലേ? അപ്പോൾ 48 is equal to 3R പ്ലസ് ഡബ്ല്യു അല്ലേ? ആ ആർ എത്രയാ? 8.3 അല്ലേ? അപ്പോൾ 48 is equal to 3 into 8.3 പ്ലസ് ഡബ്ല്യു അല്ലേ? അപ്പോൾ 48 is equal to 24.9 പ്ലസ് ഡബ്ല്യു അല്ലേ? അപ്പോൾ ഡബ്ല്യു ഈക്വൽ എത്രയാണോ മക്കളെ വരിക? 48 മൈനസ് അല്ലേ 24.9 ആയിരിക്കും അല്ലേ? യെസ്, ഇത് എത്രയാണ് വരിക? എന്തായാലും 23 ഓർഡറിലേക്കല്ലേ എത്തുള്ളൂ അല്ലേ? ഇത് ചെയ്താൽ എത്ര വരിക? 23.1 എന്ന ആൻസർ വരിക. യെസ് കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ. ഡ്യൂറിങ് എൻ അഡിയാബാറ്റിക് പ്രോസസ് pressure of gas is found to be proportional to cube of its absolute temperature. The ratio of CP/Cv. ഗാമ കാണാൻ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ CP/Cv എന്ന ഗാമ കാണണം. എന്താ കണ്ടീഷൻ പറയുക? അഡിയാബാറ്റിക് പ്രോസസ് ആണ്. ആ അഡിയാബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷൻ ടു ക്യൂബ് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. P പ്രൊപ്പോർഷൻ ടു T ക്യൂബ് ആണെങ്കിൽ അല്ലേ? P പ്രൊപ്പോർഷൻ ടു T ക്യൂബ് ആണെങ്കിൽ അല്ലേ ആ ഗാമ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പ്രോസസ് അഡിയാബാറ്റിക് ആണ് അല്ലേ? ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് ആണ് പ്രഷർ ടെമ്പറേച്ചർ റിലേഷനിലേക്ക് പറഞ്ഞിരിക്കുന്നത്. എടാ മക്കളെ, അഡിയാബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ പഠിച്ചോർമ്മയുണ്ടോ? P⁻1 ഗാമ ഇൻറ്റു T⁻γ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, P ഇൻറ്റു T⁻γ ഡിവൈഡ് ബൈ 1 - ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇങ്ങനെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? P പ്രൊപ്പോർഷണൽ ടു 1/T⁻γ/1 - അല്ലേ? ഇതിനെ മുകളിലേക്ക് എടുത്താൽ ഒരു നെഗറ്റീവ് സൈൻ വരും അല്ലേ? ആ നെഗറ്റീവ് സൈൻ വരുന്ന സമയത്ത് ഈ താഴെയുള്ള 1 - ഗാമ -1 ആവും. ശരിയല്ലേ? അപ്പൊ ഇതല്ലേ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് അല്ലേ? അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ T ക്യൂബ് എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ P പ്രൊപ്പോർഷൻ ടു T ക്യൂബാ.
അങ്ങനെ പി പ്രപ്പോർഷൻ ടി ക്യൂബ് ആണെങ്കിൽ നിങ്ങളൊന്ന് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് അല്ലേ. ഗാമ ഡിവൈഡഡ് ബൈ ഗാമ -1 എന്ന് പറയുന്ന വാല്യൂ എത്ര വരണം? അത് 3 വരണേ അല്ലേ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഗാമ ഈക്വൽ ടു 3 ഗാമ -1 അല്ലേ. സോ യെസ്, ഗാമ എത്ര കിട്ടണം മക്കളെ? ഇവിടുന്ന് ഗാമ ഈക്വൽ എത്ര കിട്ടും? വേഗം ചെയ്തിട്ട് ആൻസർ പറയും. യെസ് യെസ്, സോ ദാറ്റ്സ് ഈക്വൽ ടു അല്ലേ, എന്താ വരിക? 2 ഗാമ 3 ഗാമ -3 ഉണ്ട് ഇവിടെ, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇവിടെ. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 ഗാമ - ഗാമ 2 ഗാമ അല്ലേ. 2 ഗാമ ഈക്വൽ ടു 3. സോ ഗാമ ഈക്വൽ ടു എത്രയാണ്? 3/2 ആണ്. ശരിയല്ലേ? സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. യെസ്, കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 moles ഓഫ് an ഐഡിയൽ ഗ്യാസ് എ വിത്ത് CP/CV = 4/3 with mixed with 2 moles of another ideal gas B with CP/CV = 5/3. then CP/CV of mixture is CP/CV എന്ന് പറയുന്നത് ഗാമയല്ലടാ മക്കളെ അല്ലേ. അപ്പൊ മിക്സിംഗ് പ്രോസസ്സാണ്, ഗാമ ഓഫ് മിക്സർ ആണ് കാണേണ്ടത്. എന്താ നിങ്ങളോട് പറയുന്നത്? എ എന്ന് പറയുന്ന ഗ്യാസ് 3 moles ഓഫ് എ, ആ എ എന്ന് പറയുന്ന ഗ്യാസിന്റെ ഗാമ അല്ലെ CP/CV എന്ന് പറയുന്നത് ഗാമ 1, അത് ഞാൻ 4/3 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഗാമ 1 = 4/3. എത്ര മോൾസ് എടുത്തിരിക്കുന്നത്? N1 മോൾസ് എത്രയാണ്? 3 മോൾസ് എടുത്തിട്ടുണ്ട് അല്ലെ. ഇനി N2 മോൾസ് ഓഫ് ബി എടുത്തു അല്ലെ. N2 എത്രയാണ്? 2 മോൾസ് ഓഫ് ബി. ബിന്റെ ഗാമ ഞാൻ ഗാമ 2 എന്ന് എടുത്താൽ എത്രയാണ്? 5/3 ആണ് അല്ലെ. ആ ഗാമ ഓഫ് മിക്സർ അല്ലേ കാണേണ്ടത് അല്ലെ. ആ മിക്സറിന്റെ ഗാമയാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ആ മിക്സിംഗ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ് അല്ലെ? CV-യും CP-യും ഗാമയും F-ഉം ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട് മിക്സിംഗ് പ്രോസസ്സിൽ അല്ലെ. അതിൽ ഗാമ മിക്സർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് N1 + N2 ഡിവൈഡഡ് ബൈ അല്ലെ, N1 + N2 ഡിവൈഡഡ് ബൈ ഗാമ മിക്സർ -1 ഈക്വൽ ടു N1/γ1 -1 പ്ലസ് N2/γ2 -1 ആണ് അല്ലെ. ആ N1 + N2 എന്ന് പറഞ്ഞാൽ 5 അല്ലടാ മക്കളെ വരിക, ഡിവൈഡഡ് ബൈ ഗാമ മിക്സർ -1 ഈക്വൽ ടു N1 എന്ന് പറയുന്നത് 3 ആണ്, ഗാമ 1 എന്ന് പറയുന്നത് 4/3 ആണ് -1 പ്ലസ് N2 എന്ന് പറയുന്നത് 2 ആണ്, ഗാമ 2 5/3 -1. സോ ഹിയർ 5 divided by gamma mixture -1 is equal to 3 divided by 4/3 -1 1/3 അല്ലേ, പ്ലസ് 2 divided by എത്ര വരും? 2/3 എന്ന് വരും അല്ലേ. സോ 5 divided by gamma mixture -1 is equal to 3 മോളിലേക്ക് വന്നു 9 വന്നു, ഈ 2 കട്ട് ചെയ്ത് 3 മോളിലേക്ക് വന്നു 3 വന്നു അല്ലേ. 9 + 3 എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ ഇതാ 5 divided by ഗാമ മിക്സ്ചർ -1 is equal to 12 ആണ് അല്ലേ. അവിടുന്ന് ഗാമ മിക്സ്ചർ -1 is equal to 5 divided by 12 എന്ന് വന്നു. അപ്പൊ ഗാമ മിക്സ്ചർ is equal to എന്ത് വന്നു? 5/12 + 1 എന്ന് വന്നു അല്ലേ. സോ ഗാമ മിക്സ്ചർ is equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 17 divided by 12 അല്ലേ. ആ 17 divided by 12 എന്ന് പറയുന്നത് എത്ര വരിക മക്കളെ? യെസ്, 1.4 സംതിങ് അല്ലേ വരിക അല്ലേ. നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ആൻസർ 1.4 സംതിങ് ആണ്. യെസ് യെസ്, യെസ് അത് യൂസ് ചെയ്യാം കേട്ടോ, അത് യൂസ് ചെയ്യാം. അതിൽ എ എന്ന് പറയുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, എ മോണോ അറ്റോമിക് അല്ലെ, ബി ഡയറ്റോമിക് എന്നുള്ള രീതി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് കൂടി അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു. ഓക്കെ, എനിവേ അതിനാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യന്, ഇത് മിക്സിംഗ് പ്രോസസ് തന്നെയാണ്. 1 mole of a monoatomic gas is mixed with 3 moles of a diatomic gas. അപ്പോൾ 2 ഗ്യാസസ് ഉണ്ട്. N1 moles of ഫസ്റ്റ് ഗ്യാസ് അല്ലേ. അപ്പോൾ N1 mole of ഫസ്റ്റ് ഗ്യാസും N2 mole of സെക്കൻഡ് ഗ്യാസ് എടുത്ത് ഞാൻ മിക്സ് ചെയ്യാണ്. ഫസ്റ്റത്തെ ഗ്യാസ് ആരാണ്? മോണോ അറ്റോമിക് ആണ്. രണ്ടാമത്തെ ആളാരാണ്? ഡയറ്റോമിക് ആണ്
മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് ദ മിക്സർ. ആ മിക്സറിന്റെ CV എന്താണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ N1 മോൾസ് ഓഫ് ഫസ്റ്റ് ഗ്യാസും N2 മോൾസ് ഓഫ് സെക്കൻഡ് ഗ്യാസ് എടുത്തു. ഫസ്റ്റ് ഗ്യാസിന്റെ CV ഞാൻ CV1 എന്നും സെക്കൻഡ് ഗ്യാസിന്റെ CV ഞാൻ CV2 എന്ന് എടുക്കുകയാണെങ്കിൽ അല്ലേ, ഇവിടെ നോക്കണം, ആ മിക്സറിന്റെ CV കാണാൻ, CV മിക്സർ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? N1 CV1 പ്ലസ് N2 CV2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്നല്ലേ നമ്മൾ ഇക്വേഷൻ പഠിച്ചത്, ശരിയല്ലേ? അതിൽ നിങ്ങൾ നോക്ക്, ഫസ്റ്റത്തെ ആള് കണ്ടോ, മോണോ അറ്റോമിക് അല്ലേ? മോണോ അറ്റോമിക് ആണെങ്കിൽ ഓന്റെ CV 3/2 ആറാ അല്ലേ? മോണോ അറ്റോമിക്കിന്റെ CV എന്ന് പറയുന്നത് അല്ലേ 3/2 ആറാണ് അല്ലേ? രണ്ടാമത്തെ ആളാരാ? ഡയറ്റോമിക് അല്ലേ? ഡയറ്റോമിക് ആണ്, CV എത്രയാണ്? 5/2 ആറ് എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? ദെൻ N1 എത്രയാണോ മക്കളെ? 1 മോൾ ഓഫ് ഫസ്റ്റ് ഗ്യാസ് ആണ്. N2 എത്രയാണ്? മിക്സ്ഡ് വിത്ത് 3 മോൾസ് ഓഫ് സെക്കൻഡ് ഗ്യാസ്. അപ്പോൾ ഇതാ N1 1 ആണ് ഇൻറ്റു CV1 3/2 ആറാണ് പ്ലസ് N2 3 ആണ് CV2 5/2 ആറാണ് ഡിവൈഡഡ് ബൈ 1 + 3 അല്ലേ? ഇവിടെ നമ്മൾ ചെയ്താൽ ഇത് സോൾവ് ചെയ്യാൻ പോവാണ് നമ്മൾ. സോ 3/2 R പ്ലസ് 15 R/2 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ? ഇത് സോൾവ് ചെയ്താൽ 18 R ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 4 അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ വാട്ട്? 18 R ഡിവൈഡഡ് ബൈ 8 എന്ന് വരും അല്ലേ? പക്ഷെ നമുക്ക് ഏത് ഫോമുല വേണ്ടത്? ഡിനോമിനേറ്ററിൽ 4 വരണം അല്ലേ? അപ്പോൾ നമ്മളിത് കട്ട് ചെയ്താൽ 9R/4 എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടുക, സിംപ്ലിഫൈ ചെയ്താൽ CV മിക്സർ അല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവർ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ? ആ CV മിക്സർ എന്ന് പറയുന്നത് α² R/4 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ α² സ്ഥാനത്ത് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? α² സ്ഥാനത്ത് നമുക്ക് 9 അല്ലേ ഉള്ളേ അല്ലേ? അപ്പൊ α² സ്ഥാനത്ത് 9 ആണെങ്കിൽ ആൽഫ എത്രയായിരിക്കും? ആൽഫന്റെ വാല്യൂ 3 ആയിരിക്കും അല്ലേ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മിക്സിംഗ് പ്രോസസ്സിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ശരിയാണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.056 kilogram of nitrogen is enclosed in a vessel at temperature 127 degrees Celsius. The amount of heat required to double the speed of its molecule in kilocalorie. ഓക്കെ, അപ്പോൾ നമ്മളതിൽ 0.056 കിലോഗ്രാം നൈട്രജൻ എന്ന് വെച്ചാൽ 56 ഗ്രാം നൈട്രജൻ ഉണ്ട് അല്ലേ? എടാ നൈട്രജൻ്റെ മോളാർ മാസിങ് കറൂടെ എത്രയാ? 28 അല്ലേ? അപ്പോൾ 56 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളായിരിക്കും? 2 മോൾസ് അല്ലേ? അപ്പോൾ 56 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് 2 മോൾസ് ഓഫ് നൈട്രജൻ നമ്മൾ എടുത്തു എന്നല്ലേ മീനിങ് അല്ലേ? ആ 2 മോൾ ഓഫ് നൈട്രജൻ്റെ ടെമ്പറേച്ചർ എത്രയാ? 127 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് കൊടുക്കുക. അങ്ങനെ ഹീറ്റ് കൊടുത്തിട്ട് ടെമ്പറേച്ചർ എത്രയാക്കണം? സ്പീഡ് എത്രയാക്കണം? ഡബിൾ ആക്കണം അല്ലേ? അപ്പോൾ സ്പീഡ് ഡബിൾ ആവണമെങ്കിൽ ടെമ്പറേച്ചർ എത്രയാവും അറിയണം, എന്നാലേ നമുക്ക് ഹീറ്റ് സപ്ലൈഡ് കാണാൻ പറ്റുള്ളൂ അല്ലേ? കാരണം ഹീറ്റ് സപ്ലൈഡ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? എൻക്ലോസ് ഇൻ എ വെസൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കോൺസ്റ്റന്റ് വോളിയത്തിലായി പ്രോസസ്സ് നടക്കുന്നത് അല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിൽ നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് ΔQV എന്ന് പറയുന്നത് NCV ΔT അല്ലേ? ശരിയല്ലേ? റൈറ്റ്. അപ്പൊ നമുക്ക് ΔT കിട്ടണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ΔQV കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാം 2 മോൾസാ അല്ലേ? CV എത്രയാ? ഡയറ്റോമിക്കാ, നൈട്രജൻ ഡയറ്റോമിക് അല്ലേ? F/2 6 F5 എന്ന് വരും അല്ലേ? ആ ΔT കിട്ടണമെങ്കിൽ ആ ഫൈനൽ ടെമ്പറേച്ചർ കിട്ടിയാൽ മതി. ഇനീഷ്യലി 127 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? എത്ര കെൽവിനാടാ മക്കളെ? 127 ഡിഗ്രി സെൽഷ്യസ്. കെൽവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം, 273 ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്താണ് സംഭവം നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ, ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ സപ്പോസ് T1 T ആണ് അല്ലേ? ഫൈനൽ ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയെങ്കിൽ ആ TF - TI ചെയ്താൽ പോരെ ΔT കാണാൻ അല്ലേ? അതിനുള്ള ഹിന്റ് എന്താണ്? സ്പീഡ് ഡബിൾ ആക്കണം അല്ലേ? സ്പീഡ് ഡബിൾ ആക്കാനുള്ള ഹീറ്റ് അറിയേണ്ടത് അല്ലേ? അപ്പൊ സ്പീഡ് ഡബിൾ ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണ്ടെങ്കിൽ നിങ്ങൾ RMS വെലോസിറ്റി RMS സ്പീഡൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മ ലിങ്ക് അല്ലേ? എന്താ ഇക്വേഷൻ? √3RT/M അല്ലേ? ആ 3 കോൺസ്റ്റന്റ് അല്ലേ?
R കോൺസ്റ്റന്റ് അല്ലേ, M കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ ഈ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റൂട്ട് ടി ആ അല്ലേ. അങ്ങനെയാണെങ്കിൽ V2 ഡിവൈഡഡ് ബൈ V1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് T2 ഡിവൈഡ് ബൈ T1 അല്ലേ അല്ലേ. നിങ്ങൾക്ക് ആ V2 അവർ പറഞ്ഞിട്ടുണ്ട്, V2 എത്രയാ, ഡബിൾ ആവാണ്, V2 2V1 ആവുക അല്ലേ. അപ്പൊ V2 എന്ന് പറയുന്നത് 2V1 ആണ്, ഡിവൈഡ് ബൈ V1 ഇസ് ഈക്വൽ റൂട്ട് T2 ഡിവൈഡ് ബൈ T1 അല്ലേ. ഈ V1 കട്ട് ചെയ്തു പോയി അല്ലേ. നമുക്ക് T2 അല്ലേ വേണ്ടത് അല്ലേ. എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അപ്പൊ T2 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു 4. അപ്പൊ T2 ഈക്വൽ ടു 4 T1 ആ, ശരിയല്ലേ. അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ 4 ടൈംസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ്, 4 T1 ആണെന്ന്. അപ്പൊ T2 ഈക്വൽ ടു 4 T1 ആണെങ്കിൽ അല്ലെ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് T2 മൈനസ് T1 അല്ലടാ മക്കളെ. അത് എത്ര വരും, 4 T1 മൈനസ് T1 ദാറ്റ്സ് ഈക്വൽ ടു 3 T1 എന്ന് കിട്ടിയില്ലേ അല്ലെ. അപ്പൊ ഡെൽറ്റ ടി കിട്ടി, 3 T1 ആ അല്ലെ. ആ T1 വാല്യൂ നമുക്കറിയാം. T1 എത്രയാ, T1 127 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. എത്ര കെൽവിനാ, 273 ആഡ് ചെയ്താൽ അത് 400 ആ. അപ്പൊ T1 എന്നുള്ളത് 400 കെൽവിൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഡെൽറ്റ ടി 3 ഇൻറ്റു T1, 3 ഇൻറ്റു 400 അല്ലേ. സോ നമുക്കിവിടെ കൊടുത്തു നോക്കാം, ഇത് 2 അല്ലേ. സി വി എന്ന് പറയുന്നത് F/2 ആണ്, ഡയറ്റോമിക് ആണ്, F5 ആണ് അല്ലേ. ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ്, 3 ഇൻറ്റു T1, 3 ഇൻറ്റു 400 അല്ലേ. R അവർ 2 എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാലറിയിൽ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, നമ്മൾ സേഫ് ആണ് അല്ലേ. അപ്പൊ 2 ഇൻറ്റു 5/2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 400 അല്ലേ. കട്ട് ചെയ്യാളും കട്ട് ചെയ്താളതാ, ഈ 2 ഇൻറ്റും കട്ട് ചെയ്തു നമ്മൾ അല്ലേ. ഈ 5 ഇൻറ്റു 2 10 വന്നു, ഇൻറ്റു 3 ഇൻറ്റു 400 അല്ലേ. ഇത് നമുക്ക് 12,000 എന്നല്ലേ കിട്ടുക, ഇത്രയും കാലറി എന്നല്ലടാ മക്കളെ കിട്ടുക. ഓർ ഇറ്റ് ഈസ് 12 ഇൻറ്റു 10⁻³ കാലറി അല്ലേ അല്ലേ. ആ 10⁻³ കാലറി അല്ല കിലോ കാലറി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എത്ര കിലോ കാലറി, 12 കിലോ കാലറി എന്നാണ് നമ്മുടെ ആൻസർ വരിക. യെസ് ശ്രേയ, ഇറ്റ് ഈസ് കറക്റ്റ്, ഇറ്റ് ഈസ് 12 കിലോ കാലറി. യെസ്, സോ ആൻസർ എത്രയാണ് വരുന്നത് മക്കളെ, 12 ആണ് നമ്മുടെ ആൻസർ വരുന്നത്, 12 കിലോ കാലറി ആണ്. ഓക്കെ, ഇനി ഇതിലെ കൈനറ്റിക് തിയറിയിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ RMS സ്പീഡിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, the root mean square speed of molecule of a given mass of a gas at 27 degrees Celsius and 1 atmospheric pressure is 200. The root mean square speed of the gas at 127 degrees Celsius and 2 atmospheric pressure is x by root 3. The value of x. See, 127 degrees Celsius RMS speed 200 ആണെങ്കിൽ 127 degrees Celsius അത് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ, ശരിയല്ലേ. എന്നാൽ എക്സ് കിട്ടും, അത് x/3 ആണ്, x/√3 ആണ്, എക്സ് കിട്ടും നമുക്ക് അല്ലേ. അത് നിങ്ങൾക്ക് അറിയാം, VRMS എന്ന് പറയുന്നത് √3RT/ml ആണ് മക്കളെ അല്ലേ. VRMS ഇസ് ഈക്വൽ ടു √3RT ഡിവൈഡഡ് ബൈ m ആണ്. 3R m കോൺസ്റ്റന്റ് ആണ്. സോ VRMS പ്രപ്പോർഷൻ ടു √T ആ, ശരിയല്ലേ. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്, ആ സെക്കൻഡ് 127 ഡിഗ്രി സെൽഷ്യസിൽ വെലോസിറ്റി അത് V2 ആണെന്ന് വിചാരിച്ചോ, 27 ഡിഗ്രി സെൽഷ്യസിൽ അത് V1 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതാ ഇനീഷ്യലി ഉള്ള എൻ്റെ ഫസ്റ്റ് ടെമ്പറേച്ചർ T1 ശ്രദ്ധിക്കണം, 27 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 27 ഡിഗ്രി സെൽഷ്യസിൻ്റെ എത്ര കെൽവിനാ, 300 അല്ലേ. നമ്മൾ 273 ആഡ് ചെയ്യണം. ആ സമയത്തുള്ള വെലോസിറ്റി V1 അത് 200 ആണ് അല്ലേ. ഇനി ടെമ്പറേച്ചർ ഞാൻ 127 ആക്കി, അതായത് 400 കെൽവിൻ പ്ലസ് 273 ചെയ്യണം അല്ലേ. ആ സമയത്തുള്ള വെലോസിറ്റി അത് V2 ആണ്, അത് കാണാനാണ് ക്വസ്റ്റ്യൻ, ശരിയല്ലടാ. അപ്പൊ നമുക്ക് വരുന്നത് V2 ഡിവൈഡ് ബൈ V1 ഈക്വൽ റൂട്ട് ഓഫ് T2 ഡിവൈഡ് ബൈ T1 എന്ന് വന്നു അല്ലേ. സോ V2 ഡിവൈഡ് ബൈ V1 ഇസ് ഈക്വൽ റൂട്ട് T2 എത്രയാണ്, 400 ആണ്, ഡിവൈഡഡ് ബൈ 300. ഈ രണ്ട് സീറോസ് കട്ട് ചെയ്ത് പോയി അല്ലേ. അപ്പൊ നമുക്ക് V2 ഡിവൈഡഡ് ബൈ V1 എത്രയാടാ മക്കളെ, V1 എത്രയാണ്, നമുക്ക് 200 അല്ലേ. അപ്പൊ V2 ഈക്വൽ ടു 200 ഇൻറ്റു റൂട്ട് 4/3 അല്ലേ. അത് ഞാനിങ്ങനെ ഇട്ട √4 എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡ് ബൈ √3 ശരിയല്ലേ.
അവിടെ നിങ്ങൾ നോക്ക്, ആ V2 ആയിട്ട് തന്നില്ലേ x/√3 എന്ന്. നിങ്ങൾ ആ V2ന്റെ സ്ഥാനത്ത് വെറുതെ x/√3 എന്ന് കൊടുത്ത് നോക്ക്. അപ്പോൾ x/√3 ഈസ് ഈക്വൽ ടു 200 × 2 ഡിവൈഡ് ബൈ √3 അല്ലേ. ഈ √3 കട്ട് ചെയ്തു ഇല്ലേ അല്ലേ. അപ്പോൾ x ഈസ് ഈക്വൽ 200 × 2 എന്ന് പറഞ്ഞോ അല്ലേ. അപ്പോൾ x ഈസ് ഈക്വൽ 200 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇറ്റ് ഈസ് 400 അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 400 ആണ് എക്സിന്റെ വാല്യൂ വരിക. ഓക്കെ, യെസ് കറക്റ്റ് ആണ് മക്കളെ, 400. then എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 ideal gases A and B, one is rigid, A is rigid and B has extra degree of freedom due to vibration. Mass of A is m and mass of B is m/4. The ratio of molar specificity of A to B at constant volume അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിലെ എൻ്റെയും ബിൻ്റെയും CV ആണ്, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CV കാണാൻ നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ എന്താ? CV ഈക്വൽ എന്താണ്? F/2R ആണ് അല്ലേ. ഇത് ഡയാറ്റോമിക് അല്ലേ, ഡയാറ്റോമിക് റിജിഡ് അല്ലേ A അല്ലേ. ഡയാറ്റോമിക് റിജിഡ് ആണെങ്കിൽ F എത്ര വരും? 5 വരും അല്ലേ. അപ്പോൾ എൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഒരു കോൺസ്റ്റന്റ് വോളിയം F/2R വരും അല്ലേ. ഇനി B എന്ന് പറയുന്ന ആരാണ്? നോൺ റിജിഡ് ആണ് അല്ലേ. ഒരു വൈബ്രേഷൻ ആണ്. ഒരു വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും അല്ലേ. അപ്പോൾ ബീൻ്റെ കേസിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം വരും? 7 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും അല്ലേ. 5 ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു വൈബ്രേഷൻ കറസ്പോണ്ട് ആയിട്ട് 2 കൂടി വന്നു, 7 അല്ലേ. അപ്പോൾ ബീൻ്റെ CV എന്ന് പറയുന്നത് 7/2R അല്ലേ അല്ലേ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? രണ്ടിന് റേഷ്യോ അല്ലേ. CV ഓഫ് A അല്ലേ ഡിവൈഡ് ബൈ CV ഓഫ് B അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര വരെയാണ് അത്? 5/7 എന്നല്ലേ ആൻസർ വരിക അല്ലേ. സോ ആൻസർ ഓപ്ഷൻ D ആണ് നമുക്ക് വരുന്നത്. ശരിയല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A monoatomic gas of mass 4U is kept in an insulator container. Container is moving with a velocity 30 meters per second. If container suddenly stopped, then the change in temperature of the gas is x/3R, then the value of x. ഇവിടെ ഒരു കണ്ടെയ്നറിൽ ഒരു മോണാറ്റോമിക് ഗ്യാസ് ഉണ്ട്, അതിൻ്റെ മാസ് 4U അല്ലേ. മാസ് 4U എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ, മോളാർ മാസ് 40 gram per mole, അതാണ് സംഭവം അല്ലേ. 4 gram per mole അല്ലേ. അപ്പോൾ ഇതിൻ്റെ മോളാർ മാസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, 4 ആണെന്ന് അല്ലേ. ഇനി എന്താണ്? ഈ കണ്ടെയ്നർ ഇങ്ങനെ മൂവ് ചെയ്യാണ്. സപ്പോസ് ഇതിലുള്ള ടോട്ടൽ ഗ്യാസിൻ്റെ മാസ് സ്മോൾ m ആണെന്ന് വിചാരിച്ചോ അല്ലേ. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് V വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം, 30 meters per second വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. പെട്ടെന്ന് അത് സഡൻലി സ്റ്റോപ്പ് ചെയ്തു. അത് സഡൻലി സ്റ്റോപ്പ് ചെയ്തിട്ട് കൈനറ്റിക് എനർജി 0 ആയിപ്പോയി അല്ലേ. പക്ഷെ നമുക്കറിയാം എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായിട്ടാ മാറാന്നറിയോ? കൈനറ്റിക് എനർജി എത്രയാണോ കുറഞ്ഞത് അതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇതിന്റെ ഇന്റേണൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഗ്യാസിന്റെ ഇന്റേണൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 12 mv², കാരണം ഫൈനൽ 0 അല്ലേ. അപ്പോൾ എത്രയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക? 12 mv² അല്ലേ, ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമ്മളെ ലോജിക്ക് ഇതാണ്. അവിടെ കൈനറ്റിക് എനർജി എത്ര കുറഞ്ഞിട്ടുണ്ടോ അതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇന്റേണൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ആയിരിക്കും അല്ലേ. ആ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി 12 mv² ആണ് അല്ലേ. ഫൈനൽ കൈനറ്റിക് എനർജി 0 ആയതുകൊണ്ട് ഈക്വൽ ടു നിങ്ങൾ ΔU പഠിച്ചത് എന്താണ് മക്കളെ? NCV ΔT എന്നല്ലേ പഠിച്ചത് അല്ലേ. ആ N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് അല്ലേ, അത് മാസ് ബൈ മോളാർ മാസ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, 12 mv² is equal to മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു CV ΔT അല്ല. ഈ സ്മോൾ അങ്ങ് കട്ട് ചെയ്തു, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് V²/2 ഈക്വൽ ടു CV ΔT/m എന്ന് കിട്ടിയില്ലേ അല്ലേ. അവിടുന്ന് ΔT ഈക്വൽ ടു എന്താണെടാ? ഇതാ mv²/2 ഇൻറ്റു CV എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾ വാല്യൂസ് കൊടുത്താള് ആ മോളാർ മാസ് നിങ്ങൾക്ക് എത്രയും തന്നിട്ടുണ്ട്? ആ മോളാർ മാസിന്റെ ഹിന്റ് അവർ 4 തന്നില്ലേ മോളാർ മാസ് അല്ലേ. 4 ഇൻറ്റു ആ V30 തന്നിട്ടുണ്ട്, 30ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു അല്ലേ. നമ്മളെ
സി വി ഇവൻ ആരാ? മോണോ അറ്റോമിക് അല്ലേ? മോണോ അറ്റോമിക് ആണെങ്കിൽ സി വി 3/2 R അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതാ ഈ 2 കട്ട് ചെയ്ത് പോയില്ലടാ, ഈ 2 കട്ട് ചെയ്ത് പോയില്ലേ? അപ്പോൾ നമുക്ക് 4 × 13 സ്ക്വയർ 900 / 3R എന്ന് വന്നല്ലേ? സി 4 × 900 3600 അല്ലേ? / 3R അല്ലേ? പക്ഷെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞെങ്കിൽ എന്താ? x/3R എന്നല്ലേ? നമുക്ക് 3600/3R എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3600 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 ideal polyatomic gases at temperature T1 and T2 are mixed so that there is no loss of energy if F1, F2, M1 and M2, N1 and N2 be the degrees of freedom, masses and number of molecules of the first and second gas respectively, the temperature of the mixture of these two gases. അപ്പോൾ 2 ഗ്യാസസ് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ, ആ മിക്സറിൻ്റെ ടെമ്പറേച്ചർ കണ്ണും പൂട്ടി എഴുതിക്കോളാം. N1F1 T1 പ്ലസ് N2F2 T2 / N1F1 പ്ലസ് N2F2 ആയിരിക്കും. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. കാരണം ഈ 2 ഗ്യാസസും ഡിഫറൻ്റ് ആണെങ്കിൽ തന്നെ യൂസ് ചെയ്യണം. 2 ഒരേ ടൈപ്പ് ഗ്യാസസ് ആണെങ്കിൽ 2ൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം സെയിം വരാം. 2 മോണോറ്റോമിക് ആണെങ്കിൽ F1 F2 സെയിം വരാം. ജനറൽ ഇക്വേഷൻ ഇതാണ് N1F1 T1 പ്ലസ് N2F2 T2 / N1F1 പ്ലസ് N2F2 അങ്ങോട്ട് യൂസ് ചെയ്തേക്കാം കേട്ടോ. അപ്പം മിക്സിംഗ് പ്രോസസ്സിൽ ഗാമ മിക്സർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സി വി മിക്സർ കാണാൻ ഇപ്പോൾ പഠിച്ചു അല്ലേ, ടി മിക്സർ അല്ലേ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. മേത്ത് സാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ്. ഒന്നും ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ? വിളിക്കാനേ, ഇതാണ് എയർ ഡ്രോപ്പ് ചെയ്തു. ഒരു ചൂടായിട്ടുണ്ട്.